ടോട്ടലായിട്ട് 10 വില്ലാസ് വരുന്ന രീതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് കേട്ടോ. അതായത് ചെറിയ രീതിയിൽ ചെയ്യാവുന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. ഇതിനകത്ത് ഈ വീട് നമ്മൾ നേരത്തെ ഒരിക്കൽ പരസ്യം ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി സോൾഡായി. നമുക്കിനി അടുത്ത് പൂർണ്ണമായിട്ട് പണി ഫിനിഷായ ഒരു വീട് ഇതിനകത്ത് അവൈലബിൾ ആണ്. അല്ലാണ്ട് നമുക്ക് ബേസ്മെൻറ്റ് തൊട്ട് ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന 3 വീടുകൾ വേറെയും ഉണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മിസ്സായാൽ അതിലേതെങ്കിലും വീട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ഐരൂപ്പാറയാണ്. അതായത് നമ്മൾ ശ്രീകാര്യത്ത് നിന്ന് പോത്തങ്കോട് റൂട്ടിലേക്ക് വരുമ്പോൾ ഐരൂപ്പാറ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ഏകദേശം 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന 5 സെൻറ്റ് സ്ഥലത്ത് 2150 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വലിയ വീട്ടിലേക്ക് എത്താൻ സാധിക്കും. വലിയ വീടെന്ന് ഞാൻ പറയാൻ കാരണം സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ 4 സെൻറ്റിൽ 1600-1800 സ്ക്വയർ ഫീറ്റിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് 5 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റിലെ വീട് സ്വന്തമാക്കാൻ സാധിക്കും. നമുക്ക് ഐരൂപ്പാറയിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി, അതായത് കുറ്റിയാണി പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ വീണ്ടും വലത്തേക്ക് ഒരു കട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം ആ കട്ട് കയറി ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ രീതിയിൽ അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെയുണ്ട്. ഒരു 3 വണ്ടികൾ വേണമെങ്കിലും നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള സ്ഥലം മുൻവശത്ത് കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റുവട്ടത്തായാലും നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇനി ഒരു സെക്യൂരിറ്റിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. മുൻവശത്തുള്ള വാതിലൊക്കെ നോക്കി ഈ രീതിയിൽ തേക്കുന്നടിയിലാണ് നമുക്ക് മുൻവശത്തുള്ള വാതിലെല്ലാം ചെയ്തിട്ടുള്ളത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഇങ്ങനെ നീറ്റായിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് വരും. ഇവിടെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതുപോലൊരു പാർട്ടീഷൻ കൊടുത്താണ് തിരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലായാലും നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാം. പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 വലിയ ബെഡ്റൂമുകളുണ്ട്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. 3 പാളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം. ഇതിലായാലും ഈ കാണുന്ന പോലെ കബോർഡ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ സ്റ്റേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഇത് ഈ രീതിയിലൊരു ലൈറ്റിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർഗോളാസിനും നല്ലതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം ഉള്ളിലേക്ക് വരും. മേളിൽ ശരിക്കും നമുക്ക് വലിയൊരു ലിവിങ് സ്പേസ് തന്നെ വേണമെങ്കിൽ ചെയ്യാനുള്ള കോമൺ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ലിവിങ് ഏരിയയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ താഴത്തെ ലിവിങ് ഏരിയയിൽ നിന്ന് ഡബിൾ ഹൈറ്റിനാണ് ചുമരുള്ളത്. മേളത്തെ നിലയിലെ ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ബെഡ്റൂം ഇതാണ്. അതായത് നമ്മൾ താഴെ കണ്ടതിനെക്കാട്ടും ഒരു ഡബിൾ സൈസിന് വലിയൊരു ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനൊരു ഹോം തിയേറ്റർ ആക്കണമെങ്കിൽ തന്നെ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അതിനുള്ള വയറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാവുന്ന റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ഓൾറെഡി ഇതുപോലെ കവർ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം. അതിനുശേഷം തുണി നനയ്ക്കാനുള്ള ഒരു കല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും തുണി നനയ്ക്കാനുള്ള കല്ല് നോക്കിയാൽ നമുക്കിവിടെ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ടാപ്പ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നമുക്ക് അതായത് മെഷീനിലിടുന്നതിന് മുമ്പ് ഷർട്ടിൻ്റെ കോളറൊക്കെ ഒന്ന് തിരുമ്മി ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇടാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ഉണങ്ങാനിടാനുള്ള സൗകര്യമുണ്ട്. സേഫാക്കി ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഇതൊരു ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റത്തില്ല, കവേർഡ് ടെറസ് ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും വീടിൻ്റെ മേളിലേക്ക് കയറാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഈ റൂമിൽ നിന്ന് നമുക്ക് മുൻവശത്തേക്കുള്ള ഒരു ബാൽക്കണി സ്പേസിലേക്ക് പോകാൻ സാധിക്കും.
ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഈ ഒരു 10 പ്ലോട്ടുകളും അത്യാവശ്യം ഒരു ഉയരത്തിലാണുള്ളത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എല്ലാം ഒത്തിരിയധികം പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷൻ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത സൈഡിലേക്കും പോകാൻ സാധിക്കും. എങ്ങനെ വെച്ചാൽ അയിരുപ്പാറ പോയി അവിടെ നിന്ന് ഞാണ്ടൂർ കോണത്തിൽ നിന്ന് ചേങ്കോട്ടോണം ഈസിലി കയറാം. അവിടെ നിന്ന് കാര്യവട്ട സൈഡിലേക്ക് പോകാവുന്നതാണ്. ഇനി അതല്ല ശ്രീകാര്യം സൈഡിലേക്ക് പോകണമെങ്കിൽ ഈസിയാണ്. പോത്തങ്കോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 79 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.